ഇക്ക് ഞാൻ അന്നേറ്റ് ഇങ്ങനെ നടക്കാനൊന്നും വെച്ച ഇനി അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൊയ്ക്കോ. എന്നും ഞാൻ നാണം കിട്ടും മടുത്ത്. എന്ത് പറഞ്ഞാലും ഒരു മോങ്ങല് മാത്രമേ അറിയുള്ളൂ. എന്റെ ഒരു തലവിധി. ആ ഇങ്ങനെ വർത്താനം കേട്ടപ്പോ തന്നെ വിചാരിച്ചു നിങ്ങൾ രണ്ടാളും തന്നെ ഇക്കാരെന്ന്. എന്തിനാടാ ഇങ്ങനെ ഒച്ചവിളി ഉണ്ടാക്കണേ? നാട്ടുകാര് മൊത്തം കേക്കുമല്ലോ. എന്താണ്? എന്റെ അമ്മ അന്നേലും ഞാൻ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഓളേറ്റ് പോയത്. ഇപ്രാവശ്യം ഒന്നുമില്ല. ഇപ്രാവശ്യം ഇല്ലല്ലേ? അന്റെ പൈസ പോയത് മിച്ചം. ഇതെന്തിനാണ് അന്റെ പണിയും തോരയൊക്കെ കളഞ്ഞാണ്ട് ഇപ്പൊ പിന്നാലെങ്ങനെ നടക്കുന്നത്? ഒക്കെ ശരിയാ. ഉമ്മയുടെ കുട്ടി ഒന്നോണ്ട് വിഷമിക്കണ്ട. അതിനൊക്കെ ഒരു നേരം കാലൊക്കെ ഉണ്ട്. ഒക്കെ ശരിയാവും, കാത്തിരുന്നോളി നിങ്ങള്. കാരണം എന്റെ കുട്ടിക്ക് ഒരു സ്വസ്ഥത സമാധാനം ഇല്ല. എന്നിങ്ങോട്ട് കാലെടുത്ത് കുത്തിയോ അന്ന് ഇവിടെ പ്രശ്നങ്ങളാണ്. അന്റെ പെരക്കാരോടെ പടച്ചോൻ പോലും പൊറുക്കൂല എന്റെ കുട്ടീനെ ഇങ്ങനെ കാക്കിയേനി. ഈ ഒരു മച്ചിനാണല്ലോ എന്റെ കുട്ടിയുടെ തലയിൽ വെച്ച് കെട്ടിയതെന്ന് ആലോചിക്കുമ്പോഴാണ്. അണിഞ്ഞൊരുങ്ങി പോവാനൊക്കെ വലിയ ഉസാറായിരുന്നല്ലോ. ആ ഡ്രസ്സ് തന്നെ മാറ്റിയിട്ട് കാടേ അടുക്കളയിൽ വന്നിട്ട് വല്ല പണിയോട് കൊടുക്കാൻ നോക്ക്. അതെങ്കിലും ആവട്ടെ എന്നെ കൊണ്ട്. ഹലോ. വലൈക്കും സ്സലാം. എന്റെ കുട്ടിയുടെ സൗണ്ട് ഒക്കെ വല്ലാതിരിക്കണ്. എന്തേലും പ്രശ്നമുണ്ടോ? പറ മോളെ. ഉമ്മ മദ്യക്കണ്. ജീവിതമൊക്കെ പടുത്തുക ഉമ്മ. ഞങ്ങളുടെ ജീവിക്കാനുള്ള പൂതിയില്ല. എന്തൊക്കെയാണ് ഉമ്മാന്റെ കുട്ടി പറയണത്? ഇന്ന് പോയി ഹോസ്പിറ്റലില് കൊറേ മരുന്ന് ഗുളികയും തന്ന്. അതന്നെ കൊറേ പൈസ പോയതന്നെ വെച്ച, വേറെ ഒന്നുമില്ല. എന്താ ഇന്നേക്ക് മാത്രം കുറച്ചും കുട്ടികളൊന്നും തരാത്തത്? ഉമ്മാന്റെ കുട്ടി കാര്യല്ലേ? നീ കരഞ്ഞ ഉമ്മാക്ക് സങ്കടം വരൂട്ടാ. ഓരോ കുത്തുവാക്കും പരാസും കേട്ട് കേട്ട് ഞാൻ മടുത്തുക. എത്ര ആൾക്കാർക്ക് കുട്ടികളെ കൊടുക്കുന്നത് പഠിച്ചോന്. കുട്ടികളെ വേണ്ടാത്തൊരു കണക്ക് റബ്ബ് കൊടുക്കണം. പിന്നെ എന്താ എനിക്ക് മാത്രം തരാത്തത്? എനിക്ക് തരാൻ പഠിച്ചോന് തോന്നിയില്ലല്ലോ അമ്മ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? കരയല്ലേ? ഒക്കെ ശരിയാവും. നിന്റെ കുട്ടി കരയാതിരിക്കെ. പഠിച്ചോ കാണുന്നുണ്ടല്ലോ എല്ലേതും. കരയല്ലേ? എനിക്ക് കൊറേ ചീത്താറിന്. ഇക്കാനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ അമ്മ. ഇക്കാക്കും ഉണ്ടാവില്ല ഒരു കുട്ടീനൊക്കെ കളിപ്പിക്കാൻ പൂതി. ഞാൻ കാരണം അതും ഇല്ലെന്ന് പറഞ്ഞാല് 10 വർഷമായി നിക്കന്നേറ്റ് നടക്കണ എല്ലാ ഹോസ്പിറ്റലിലും മടുത്തിട്ടുണ്ടാവും. ഞാൻ എന്തെങ്കിലും ചെയ്യമ്മ. കുട്ടീനെ എങ്ങനെ സമാധാനിക്കണ്ടെന്ന് നിക്കറിയില്ല പൊന്നോ. നമ്മുടെ കുട്ടി വിഷമിക്കല്ലേ? ഒക്കെ ശരിയാവും. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. അപ്പൊ എന്നോട് വർത്താനം പറഞ്ഞ ശരിയാവൂല. ഉമ്മാന്റെ കുട്ടി കരയാതിരിക്കെ കേട്ടോ. വിഷമിക്കണ്ട. എന്തിനെ പരീക്ഷിക്കണത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എത്ര പൂതിയുണ്ട് ഒരു കുട്ടീനെ കളിപ്പിക്കാനൊക്കെ. അതിന് മാത്രക്ക് ഭാഗ്യമില്ലല്ലോ. ഇക്ക ഇതാ ഗുളിക കുടിക്കേ. ഇക്ക് വേണ്ട, ഇജന്നോട് കേറ്റിയാ മതി. ഇക്ക ഡോക്ടർ നമുക്ക് രണ്ടാക്കും ഗുളിക എഴുതിയിരിക്കണ്. ഞാൻ മാത്രം കുടിച്ചിട്ട് കാര്യമില്ല. ഇക്ക് വേണ്ടെന്നല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്. ഇക്ക് ഗുളിക കുടിക്കേണ്ട ആവശ്യമില്ല. അണക്കല്ലേ പ്രശ്നം. ഇജന്നെ കുടിച്ചാ മതി. ഒരു ഒലക്കേറ്റ ഒരു ഗുളികേറ്റ് നിക്കണോളൂ.
എന്നാണ് ആ എന്റെ കുട്ടിക്ക് ഒരു കുട്ടിനെ കളിപ്പിക്കാൻ പറ്റുക? അന്നേ ഞാൻ അവനോട് പറഞ്ഞതാണ് ഈ ഒരു കല്യാണം വേണ്ടാന്നുള്ളത്. അപ്പൊ പാവങ്ങളല്ലേ, ഒരൊറ്റ മോളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കെട്ടി. ഇപ്പൊ എന്തായി? ഇപ്പൊ ആരാ നീ വിളിക്കണത്? പെണ്ണാണ്. ആ ഹലോ. എന്താ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്, ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിട്ട്. എന്നാ ഇപ്പൊ ഒരു സ്വസ്ഥത ഉള്ളത്? എന്നും ഇങ്ങനെ തന്നെയല്ലേ? എന്താണ് പ്രശ്നം? എന്താണ്? എന്ത് പറയാനാ, മറ്റാൾക്കാർ ഇന്നിപ്പോ ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ടുള്ളൂ. എന്താ ഡോക്ടർ പറഞ്ഞേ? എന്ത് പറഞ്ഞു ഡോക്ടർ? കൊറേ ഗുളികയും മരുന്നുണ്ട്, അത്ര തന്നെ. എന്റെ കുട്ടിയുടെ പൈസ പോയത് മിച്ചം, അല്ലാതെ വേറെ ഒരു ഉപകാരവും ഇല്ല. ഓളെ വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തി ഒന്ന് കാറ്റൊള്ളിച്ച് ഓൾക്ക് സുഖം കൊണ്ട് കണ്ടോടും ഇങ്ങോട്ട് പോകുന്നു, അത്ര തന്നെ. എന്ത് കാട്ടാനാ? ഇനിയിപ്പോ ഓനെ അനുഭവിക്കല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇവിടുന്ന് എവിടേക്ക് ഒഴിവാക്കാനും ഇതിനൊന്നും പറ്റൂലല്ലോ, തലയിലായില്ലേ. ആ എന്റെ കുട്ടിയുടെ വിധി എല്ലാ ഇപ്പൊ എന്ത് പറയാനാ? ഓന്റെ ഒപ്പം കളിച്ച് വളർന്ന എല്ലാ മക്കൾക്കും ഇപ്പൊ കുട്ടികളായി, 2ഉം 3ഉം കുട്ടികളായി, ഓരോരുത്തര് സ്കൂൾക്ക് പോണ്. അതൊക്കെ കാണുമ്പോ പൂതിയാവും. എന്റെ കുട്ടിക്ക് അതിനും ഇല്ലൊരു ഭാഗ്യം. ഈ ഒരു മച്ചി എന്ന് ഈ പെരന്റുള്ളിൽ കേറി അന്ന് നഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ സ്വസ്ഥത. ഒന്നും പറയാതിരിക്ക നല്ലത്. ഒക്കെ ശരിയാവും, അതന്നെ ഓനും പറഞ്ഞു. ഒക്കെ ശരിയാവും, നിങ്ങൾ കാത്തിരുന്നോളേന്നും പറഞ്ഞുകൊണ്ട് ഒത്തുക്ക് വയ്ക്കണ്. ഒരു വെള്ളം കുടിച്ചിട്ടില്ല, അങ്ങനെ പോയി എനിക്ക് കിടന്നിക്കണോന്ന്. ആ ഓളതാ അടുക്കളയില് ചോറും ചാറൊക്കെ വെക്കണ്. ഓളും വന്നേക്കന്നെ തുള്ളി കഞ്ഞിയൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടെക്കും. ആ തീറ്റക്കൊന്നും ഒരു കുറവുമില്ല. ഇനിയിപ്പോ എവിടേക്ക് പോണു? ഇനി ഒരു ഹോസ്പിറ്റലിലേക്കും പോണിയാന്നൊക്കെ ഓൻ പറയണത്. ഇനി കാണിക്കണില്ല, ഇനിക്ക് പൈസ ഒന്നും ഇല്ല എന്റെ അടുത്ത് കാണിക്കാനൊക്കെ പറയുന്നു. അല്ല, ഇത് എന്റെ മക്കളെവിടെ? ഒക്കെ സ്കൂൾക്ക് പോയോ? ഓനക്ക് പണിയൊക്കെ ഉണ്ടോ? എന്റെ അമ്മായിമ്മ എവിടെ? ഒച്ചയിലൊന്നും കേക്കാനില്ലല്ലോ. ആ തള്ള അടുക്കളയ്ക്ക് പണിക്കൊന്നും വരൂലേ? ഒക്കെ ജെല്ലെടുക്കണം, ആ കുട്ടികളെ നോക്കണം, പണി എടുക്കണം വെച്ചാ വലിയ കഷ്ടം തന്നെ. നമുക്ക് 4 ദിവസം ഇവിടെ ഒന്ന് വന്ന് നിന്നൂടെ? ഇക്ക മക്കളെ കാണാൻ പൂതിയായിക്കണം. എന്റെ മക്കളെങ്കിലും ഒന്ന് കാണട്ടെ ഞാൻ. ഇവിടെ ഒന്ന് മണ്ടിപ്പാഞ്ഞ് നടക്കാൻ അതും ഇല്ല, നേരം പോണില്ല മനസ്സിന്. ഓള് കാരനാണ് ഒക്കെ അങ്ങനെ. ഓളെ പറ്റിയൊന്നും പറയാതിരിക്കാൻ, എനിക്ക് ഇങ്ങോട്ട് പറയുമ്പോ തന്നെ ഇങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ എന്നാ ശരി, എന്നാ വെച്ചാളാ. ആകെ ഒരു തരിയുള്ളത്, അതിനാണെങ്കിൽ ഒരു കുട്ടി ഇല്ലേ. പടച്ചോനെ, എന്തൊരു വിധിയാണത്. ആ ഹലോ താത്ത. ഒന്നല്ല താത്ത, ഞാൻ ഇവിടെ അകത്തുണ്ട്. എന്തേ? ഡോക്ടറെ അടുത്ത് പോയി. ഇപ്രാവശ്യം കുറെ ഗുളികയും മരുന്നുണ്ടല്ല, വേറൊന്നും അല്ല. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല താത്ത. ഇനിയൊരു ടെസ്റ്റിനും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി അതായിട്ട് പോണോ വേണ്ടേന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്ക. മകൾക്ക് ഇതുപോലെ വിശേഷമായിട്ട് കാണിച്ചൊരു ഡോക്ടർ ഉണ്ട്, അവിടുത്തെ നമ്പർ തരാം, നിങ്ങളൊന്ന് പോയി നോക്കി. അതെ, അതിന് ഇനി പോരോന്ന് അറിയൂല. ഇനി പോരുന്നില്ല എന്നാ പറയുന്നത്. ഓല പറഞ്ഞിട്ടും കാര്യൊന്നുമില്ലല്ലോ. എത്ര പൈസ വെച്ചിട്ട് എങ്ങനെ കൊണ്ടുകൊടുക്ക? നയിക്കണൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ കൊടുക്കണത്.
മനസ്സിലായിക്കണ്. ഇജ്ജ് ഇപ്രാവശ്യം കൂടി എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ നോക്കേ. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ, ഇവിടെയും കൂടി പോയാ മതി എന്ന് പറയാം. ഇനിയിപ്പോ വേറെ എവിടെയും കാണിക്കൊന്നും വേണ്ട, ഏതും കൂടി ഒന്ന് നോക്കട്ടെ. ആ ഈ നോക്കേ, ഞാൻ നമ്പർ വിട്ടുതരാം. ആ ഇപ്പേരേക്കൊന്ന് ശ്രദ്ധിക്കൊണ്ട്. ഒറ്റക്കാണ് അവിടെ. നിങ്ങൾ എങ്ങണ്ടാ പോണ്? ഞാനേ മക്കളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അറിഞ്ഞ, അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് നിക്കാണ്. അതെ, നിങ്ങൾ പോയിട്ട് വന്നോളൂ, ഞാൻ ശ്രദ്ധിച്ചോണ്ട്. ഒക്കെ ശരിയാവിടെ, ഈ വിഷമിക്കണ്ട. ഈ ഇവിടെയും കൂടി ഒന്ന് കൊണ്ടുപോയി കാണിച്ചു. എന്നാ ആയിക്കോട്ടെട്ടാ. ഇമ്മ ഇവിടെ? അമ്മ അവിടെ പുറത്തുണ്ട്. ആ എന്നാ ശരി. എന്നാ ആയിക്കോട്ടെ. ഇത് പറഞ്ഞാലും മനസ്സിന് നേരത്തെ ചാടി കളിച്ചു വരുമോ? പറഞ്ഞു നോക്ക്. ഇക്ക, നമ്മളെ വീട്ടിന്റെ അപ്പുറത്തുള്ള കുൽസുദാത്തല്ലേ, ഒരു ഹോസ്പിറ്റലിലത്തെ നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് നാളെ ഒന്ന് അവിടെ വരെ പോയാലോ? ഓലെ മോൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയതാന്നാ പറഞ്ഞത്. ഞാനൊന്നുമില്ല, ഈയും പോണ്ട. വെറുതെ എന്റെ കയ്യത്തെ പൈസ തീരുന്ന പണിയാണ്, വേറൊരു കാര്യമില്ല. ഞാൻ എന്ത് തെറ്റാണ് എന്റെ പെരക്കാർക്ക് ചെയ്തത്? എന്നോട് ഈ ചതി വാണ്ടീന്നില്ല. ഇക്കറിഞ്ഞങ്ങാണ്ട് ആരെങ്കിലും ഒരാളെ ചതിക്കോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കോ? സത്യമായിട്ടും ഇക്ക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയൂല. കല്യാണത്തിന് മുന്നേ എങ്ങനെ അറിയാ ഞാൻ പ്രഗ്നന്റ് ആവൂലെന്നൊക്കെ? ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ ചതിച്ചിട്ടില്ല ഇക്ക. പിന്നെ നിങ്ങളെ പെങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനൊക്കെ പറയോ? ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്റെ പിന്നാലെ പോരാ. അത് കഴിഞ്ഞാ പിന്നെ ഈ എന്നെ വിളിക്കരുത്. ഇനി ഒന്നിനും ഞാൻ വരില്ല. നാളെ ഒരൊറ്റ വട്ടം കൂടി നിങ്ങൾ വന്നാ മതിക്ക. നമ്മളെ ഈ പഴയ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോവാ. നാളെ പോവാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിലൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിലേ ഞാൻ വേറെ പെണ്ണ് ഇട്ടു. പിന്നെ മൂങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവൂല. പഠിച്ചോനെ, ഈ ഒരു ഡോക്ടർക്കെങ്കിലും കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവണേ. വെയ്യ വരെ വായ കിടക്കണമെന്ന് കേക്കാൻ. ഡോക്ടർ, കേറി വരി. ഞങ്ങളെ റിസൾട്ട് നോക്കിയായിരുന്നു. നിങ്ങളെ റിസൾട്ട് ഞാന് ഇപ്പൊ ലാബിൽ നിന്ന് കൊടുന്നതാണ്. അപ്പൊ ഞാന് ജസ്റ്റ് ഒക്കെ നോക്കിയിരുന്നു. അപ്പഴാ നിങ്ങള് കേറി വന്നത്. നിങ്ങളും ഞാനും ഒക്കെ കരുതിയത് ഇവൾക്കാണ് പ്രശ്നം എന്നല്ലേ. പക്ഷെ അതില് അമ്മക്കൊരു തെറ്റ് പറ്റിയിരിക്കണം. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാലേ, ഷെബിന് എത്ര ആണെങ്കിലും പ്രസവിക്കും. പക്ഷെ എനിക്ക് പറയണേല് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് വിഷമാവും, പക്ഷെ പറയാതിരിക്കാനും പറ്റൂലല്ലോ. നിങ്ങൾക്കൊരു ഇപ്പ ആവാന് സാധിക്കൂല. അതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം വരുന്നത്. ഷെബിനൊക്കെ ഒരു പ്രശ്നമില്ല, റിസൾട്ടിൽ ഫുള്ള് നിങ്ങൾക്കാണ് പ്രോബ്ലം വരുന്നത്. എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ? ഞാനിപ്പോ ഒരു വഴിയും കാണുന്നില്ല. നമ്മളിങ്ങനെ ദത്തെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് റെഡിയാക്കുക. അത്രപ്പോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മരുന്നോണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഷെബിന് സങ്കടപ്പെടണ്ട, ഒക്കെ ശരിയാവും. അതുപോലെ നിങ്ങളോടും പറയാനുള്ളത്, വിഷമിക്കണ്ട. നിങ്ങളെ കൂടെ ഷെബിനില്ലേ, അതന്നെ ഒരു ഭാഗ്യല്ലേ. 10 വർഷമായിട്ട് നിങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ആ 10 വർഷം ഷെബിന് നിങ്ങളെ കൂടെ നിന്നില്ലേ. അപ്പോ എന്താ പറയാ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്ക്, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്ക് കേട്ടോ. റിസൾട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ.
കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് കാണുകയും ചെയ്യുള്ളൂ. ശരി. ഷെബിന, എന്തൊക്കാ? അനക്ക് എന്നോട് ദേഷ്യാന്നൊക്കെ അറിയാം. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ല. എനിക്ക് ദേഷ്യമൊന്നുമില്ലക്ക. പിന്നെ ഞാൻ ഒരിക്കലും ഇക്കാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യൂല. കുറ്റപ്പെടുത്തലിന്റെ വേദന എന്താന്നുള്ളതേ എനിക്ക് ശരിക്കും അറിയാം. ഈ എന്നോട് ക്ഷമിക്കൂലേ? പുറത്ത് തരിക ഭർത്താവിന് പുറത്തു കൊടുക്കാതിരിക്കോ? പിന്നെ ഇക്ക ഇന്നിപ്പൊ തൽക്കാലം ഇത് അറിയണ്ട കേട്ടോ. ഉമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് സങ്കടം ഇക്കാരം. ഞാൻ പറയില്ല. ഇതെന്താ അപ്പൊ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് രണ്ടാളും കൂടി റൂമിൽ തന്നെ ഇരിക്കണത്? ഒന്നുമില്ല. ഇപ്രാവശ്യം ഉമ്മാന്റെ കുട്ടിയുടെ പൈസ പോയില്ലേ? ഇമ്മങ്ങൾ എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പറയണത്? ഒന്നും അറിയാതെ പറയരുത്. ഇനി എന്താ അറിയാനാണ്? എനിക്കെല്ലേതും അറിയാം. എന്റെ പെണ്ണുങ്ങൾ പേറൂല, അത്ര തന്നെ. ഇനി ഉമ്മാടെ കുട്ടിയെ ഇതിലും കൂടുതലൊന്നും ഉമ്മാക്ക് പറഞ്ഞു തരണ്ട. ഉമ്മ ഇന്നും നിലയും കാണാൻ തുടങ്ങിയോന്നല്ല എന്റെ പെണ്ണുങ്ങളെ. എന്നാലേ ഇവൾക്കല്ല കുട്ടി ഉണ്ടാവാത്തത്, ഇക്കാണില്ലാത്തത്. ഇവള് ഈ സമൂഹത്തിന്റെ ഒക്കെ ഒരു ധാരണ ഉണ്ട്, ഈ പെണ്ണിന് മാത്രമാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. ഞങ്ങൾ ആണുങ്ങൾക്കും ഉണ്ടാവും പ്രശ്നമൊക്കെ. ഞങ്ങൾ ആണുങ്ങൾ കാരണം കുട്ടികൾ ഇല്ലാതാവും. നിങ്ങൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കി. ഇക്ക അതൊക്കെ ഒന്ന് മനസ്സിലാവാനേ കുറച്ച് സമയം പിടിച്ചു. അന്ന് ഞാൻ നിങ്ങളെ വാക്കും കേട്ടുങ്ങാണ്ടേ ഓളെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇനി അതിന് നടക്കൂല. മനസ്സിലായല്ലേ നിങ്ങക്ക്? എനിക്ക് എന്തിനക്ക നിങ്ങൾ ഉമ്മാനോട് ഇപ്പൊ പറഞ്ഞത്? ഞങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞല്ലേ? ഉമ്മാനോടെ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉമ്മ ഇനി ഉമ്മാന്റെ പഴയ സ്വഭാവം എന്റെ അടുത്ത് എടുക്കും. അതുകൊണ്ട് ഇനി അത് വേണ്ട കേട്ടോ. ഉമ്മ ഏതും മനസ്സിലാക്കണത് നല്ലതാണ്. അതുകൊണ്ട് ഇന്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഇനി ഈ വിഷമിക്കണത് എനിക്ക് കാണാൻ വയ്യ.